Namaste, welcome to S4 Science. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസ് ആണ് നോക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ സെയിം ചാപ്റ്ററിൻ്റെ ഒരു 7 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരായിട്ടുള്ളവർ കാണുക. ഏതെങ്കിലും വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. കാരണം ഓരോ വീഡിയോസിലും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം റിയാക്ഷൻസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിയാക്ഷൻസിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്കിനി ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് പേജ് നമ്പർ 6-ലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. വൈ ഷുഡ് എ മാഗ്നീഷ്യം റിബൺ ബി ക്ലീൻഡ് ബിഫോർ ബേണിംഗ് ഇൻ എയർ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൈ? ബിക്കോസ് magnesium is highly reactive metal, so it will react with atmospheric oxygen to form a magnesium oxide coating over the magnesium ribbon. If we won't remove the magnesium oxide coating over the magnesium ribbon, it won't burn with dazzling white light. Now second question, write the balanced equation for the following chemical reactions. Barium chloride plus aluminum sulfate gives barium sulfate plus aluminum chloride. നമുക്ക് നോക്കാം ഇതിന്റെ skeletal equation എന്താണ്. Barium chloride BaCl2 plus aluminum sulfate Al2SO4 thrice gives barium sulfate BaSO4 plus അലൂമിനിയം ക്ലോറൈഡ്. ഈ ഇക്വേഷനിൽ നമുക്ക് ഓരോ ആറ്റത്തിനെയും കമ്പയർ ചെയ്യാം. റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ള ഓരോ ആറ്റത്തിനെയും നമുക്ക് കമ്പയർ ചെയ്യാം. ബേറിയത്തിൻ്റെ നോക്കിക്കേ, ബേറിയം റിയാക്ടൻറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ഒന്നേ ഉള്ളൂ. ക്ലോറിൻ റിയാക്ടൻറ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്, അതേപോലെ തന്നെ പ്രോഡക്റ്റ് സൈഡിൽ 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അത് അൺബാലൻസ്ഡ് ആണ്. അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ റിയാക്ടൻറ്റ് സൈഡിൽ 2 എണ്ണവും പ്രോഡക്റ്റ് സൈഡിൽ 1 എണ്ണേ ഉള്ളൂ. സൾഫേറ്റ് റിയാക്ടൻറ്റ് സൈഡിൽ 3 എണ്ണവും പ്രോഡക്റ്റ് സൈഡിൽ 1 എണ്ണയേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ അലൂമിനിയത്തിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഇവിടെ Al2 ആണ്, ഇവിടെ Al മാത്രമേ ഉള്ളൂ. അപ്പം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പം ഇവിടെ എന്തായി? അലൂമിനിയം 2 ആയി, ക്ലോറിൻ 6 ആയി. പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പം അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ 3 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ബേറിയം എന്തായി? 3 ആയി. പക്ഷേ ഇവിടെ ബേറിയം 1 ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വീണ്ടും ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് 3 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നോക്കിക്കേ, സൾഫേറ്റും 3 ആയി. ഇപ്പോൾ ഇത് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. നൗ ലെറ്റ് us see the third equation. Sodium plus water gives sodium hydroxide and hydrogen. Sodium plus water gives sodium hydroxide plus hydrogen. ഇവിടെ സോഡിയം റിയാക്ടൻറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ഒന്നേ ഉള്ളൂ. ഹൈഡ്രജൻ റിയാക്ടൻറ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ വരുമ്പോൾ അത് 3 എണ്ണം ഉണ്ട്. ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഇവിടുത്തെ 2 ഹൈഡ്രജനും കൂടി 3 ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ തന്നെ റിയാക്ടൻറ്റ് സൈഡിൽ ഓക്സിജൻ ഒന്നേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ഓക്സിജൻ ഒന്നേ ഉള്ളൂ. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ആണ് ആക്ച്വലി ഇവിടെ അൺബാലൻസ്ഡ് ആയിട്ടുള്ളത്. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം ഇതൊരു ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ 2 ഈവൻ നമ്പർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിനെ 4 ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? ഓക്സിജൻ 2 ആയി. അപ്പം ഇവിടെ ഓക്സിജൻ ഒന്നേ ഉള്ളൂ. അപ്പം ഓക്സിജൻ ഇവിടെ അൺബാലൻസ്ഡ് ആയി. നമ്മളിവിടെ 2 ഇട്ട് കൊടുത്തുകൊണ്ട് ഓക്സിജനെ ബാലൻസ് ചെയ്തു. അപ്പം നോക്കിക്കേ, ഹൈഡ്രജൻ 2 ആയി. അപ്പം 2 + 2 4 ആയി. അപ്പം ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ്ഡ് ആയി. പിന്നുള്ളത് എന്താണ്? സോഡിയം. സോഡിയം ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ റിയാക്ടൻറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതും ബാലൻസ്ഡ് ആയി. നൗ ലെറ്റ് us see the next question. Write a balanced chemical equation with the state symbols for the following reactions. Solutions of barium chloride and sodium sulfate in water react to give insoluble barium sulfate and solution of sodium chloride. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ബാലൻസിങ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക്.
10th ബോർഡിന്. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് പഠിക്കുക. പിന്നെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഒരു കോമ്പൗണ്ട്സിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് നന്നായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം. അപ്പോൾ അത് ഒന്നും കൂടി ഈസി ആകും. അപ്പം അത് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതും നിങ്ങളുടെ ഈ 10th ബേസ് ചെയ്തിട്ടാണ്. അതായത് 10th എന്തൊക്കെ കോമ്പൗണ്ട്സ് ഉണ്ടോ ആ കോമ്പൗണ്ട്സ് എല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട കോമ്പൗണ്ട്സ്. അപ്പോൾ അത് ഒന്നും കൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. സൊല്യൂഷൻസ് ഓഫ് ബേറിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം സൾഫേറ്റ്. അപ്പം സൊല്യൂഷൻസ് ഓഫ് ബേറിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് BaCl2 ബേറിയം ക്ലോറൈഡ് പ്ലസ് സോഡിയം സൾഫേറ്റ് Na2SO4 gives barium sulfate and sodium chloride. ഇവിടെ നോക്കിക്കേ, ബേറിയം രണ്ട് സൈഡിലും റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും സെയിം ആണ്. ക്ലോറിൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ. സോഡിയം ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ. സൾഫേറ്റ് റിയാക്ടൻറ്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ഒരെണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ Cl2 ബാലൻസ് ചെയ്യാം. Cl2 ബാലൻസ് ചെയ്യുമ്പം ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പം സോഡിയവും 2 ആകുന്നു, ക്ലോറിനും 2 ആകുന്നു. അപ്പം നമ്മൾ റിയാക്ടൻറ്റ് സൈഡിൽ നോക്കുമ്പോഴും സോഡിയം 2 ഉണ്ട്, ക്ലോറിനും 2 ഉണ്ട്. അപ്പോൾ അത് ബാലൻസായി, ബേറിയം ബാലൻസായി. ഇനി സൾഫേറ്റിന് നോക്കുമ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. ബേറിയം ക്ലോറൈഡ് പ്ലസ് സോഡിയം സൾഫേറ്റ് ഈസ് ബേറിയം സൾഫേറ്റ് പ്ലസ് 2 സോഡിയം ക്ലോറൈഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Sodium hydroxide solution reacts with hydrochloric acid solution in water to produce sodium chloride solution and water. അപ്പോൾ sodium hydroxide solution NaOH plus HCl in water എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അക്വസ് എഴുതാം, ഇവിടെയും നമുക്ക് അക്വസ് എഴുതാം. ഇങ്ങനത്തെയൊക്കെ റിയാക്ഷൻസിന് നമ്മൾ സ്റ്റേറ്റ് എഴുതുന്നത് നന്നായിരിക്കും. gives എന്താണ് sodium chloride that is also aqueous plus H2O that is liquid. ഇവിടെ റിയാക്ടൻറ്റ് സൈഡിൽ സോഡിയം ഒന്നേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും സോഡിയം ഒന്നേ ഉള്ളൂ. ഇവിടെ ഹൈഡ്രജൻ നോക്കിക്കുക, റിയാക്ടൻറ്റ് സൈഡിൽ 2 ഉണ്ട്, ഇവിടെയും നമുക്ക് ഹൈഡ്രജൻ 2 ഉണ്ട്. ഓക്സിജൻ ഒന്നേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ഓക്സിജൻ ഒന്നേ ഉള്ളൂ. ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ റിയാക്ടൻറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നമുക്ക് ഇനി ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്യാനില്ല, എല്ലാം ഈക്വൽ ആണ്. രണ്ട് സൈഡിലും റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പേജ് നമ്പർ 10 നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. സൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് എക്സ് ഓർമ്മയുണ്ടല്ലോ, ഏത് റിയാക്ഷൻ ആണെന്ന്? കോമ്പിനേഷൻ റിയാക്ഷൻ. അതെ, കോമ്പിനേഷൻ റിയാക്ഷനിലാണ് വൈറ്റ് വാഷിങ്ങിന് നമ്മൾ എടുക്കുന്നത്. എന്ത്? ക്യുക്ക് ലൈം നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് ക്യുക്ക് ലൈമിനെ നമ്മൾ സ്ലേക്കഡ് ലൈം ആക്കി മാറ്റുന്നു. ആ സ്ലേക്കഡ് ലൈമാണ് നമ്മൾ, അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. നെയിം ദ സബ്സ്റ്റൻസ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫോർമുല. അപ്പോൾ എക്സ് എന്താണ്? എക്സിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വൈറ്റ് വാഷിങ്ങിനുള്ള സബ്സ്റ്റൻസ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് എന്താണ്? ക്യുക്ക് ലൈം, അതായത് കാൽഷ്യം ഓക്സൈഡ് അല്ലേ? കാൽഷ്യം ഓക്സൈഡ് ആണ് എക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുലയാണ് CaO. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് എക്സ് നെയിംഡ് ഇൻ ഇക്വേഷൻ മീൻസ് ക്വസ്റ്റ്യൻ 1 എബവ് വിത്ത് വാട്ടർ. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ്? CaO plus H2O gives CaOH twice. Calcium hydroxide. This is slaked lime. ഇത് ക്യുക്ക് ലൈം. ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നും വരില്ല അല്ലേ? ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണെന്നും കൂടി എഴുതിയേക്കുക. Now let us see the second question. Why is the amount of gas collected in one of the test tube in activity 1.7 double of the amount collected in the other? Name the gas. 1.7 ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ ആണ്.
ഡീകമ്പോസിഷൻ റിയാക്ഷനെ കുറിച്ച് ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറും അറിയാം. കാരണം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ 2-3 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഞാൻ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് when 1 molecule of water decomposes, it produces 2 molecules of hydrogen and 1 molecule of oxygen. In the test tube where hydrogen gas is collected, the amount of gas will be greater than that of the oxygen because 2 molecules of hydrogen are produced there as compared with the oxygen. So the ratio of hydrogen to oxygen is 2:1. This is the answer for this question. Now let us see some questions from page number 13. Next questions വരുന്നത് page number 13 First question. Why does the color of the copper sulfate solution change when an iron nail is dipped in it? എന്തുകൊണ്ടാണ്? It is due to displacement reaction. Since iron is more reactive than copper, iron displaces copper from copper sulfate solution. Now let us see the second question. Give an example of a double displacement reaction other than the given in activity 1.10. Activity 1.10 ഡിസ്കസ് ചെയ്ത ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേറിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം സൾഫേറ്റിന്റെ റിയാക്ഷൻ ആണ്. അപ്പോൾ when sodium sulfate is added to barium chloride, we will get a precipitate of barium sulfate and sodium chloride solution is produced in the reaction. ഇത് കൂടാതെ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ആക്ടിവിറ്റി 1.2 ആണ്. ദാറ്റ് ഈസ് potassium iodide and lead nitrate. The reaction of potassium iodide and lead nitrate. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന precipitate എന്ന് പറയുന്നത് lead iodide precipitate, യെല്ലോ precipitate അതിനോടൊപ്പം സൊല്യൂഷൻ ഫോമിൽ കിട്ടുന്ന പൊട്ടാസ്യം നൈട്രേറ്റ്. ആ റിയാക്ഷൻ ഞാനൊന്ന് എഴുതാം. Potassium iodide plus lead nitrate gives lead iodide plus potassium nitrate. Okay, ഇതാണ് ഇതിന്റെ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ലെഡ് അയോഡൈഡിന് എന്ത് കളറാണ്? യെല്ലോ precipitate ആയിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ precipitation റിയാക്ഷൻ ആയാലും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനായിട്ടായാലും എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും പഠിക്കാൻ ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയിൽ ഇതെങ്ങനെ ഫോം ചെയ്യുന്നു, അതായത് അയണിക് ഫോമിലൊക്കെ വന്നിട്ട് ഇതെങ്ങനെയാണ് ഈ precipitate ഫോം ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ തന്നെ ഉണ്ട്, പറ്റുമെങ്കിൽ കാണുക. Now let us see the third question. Identify the substances that are oxidized and the substances that are reduced in the following reactions. First question. Sodium plus oxygen gives sodium oxide. This is the first question. അപ്പോൾ ഇത് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് വാട്ട് ഈസ് റെഡ്യൂസ്ഡ്. ഇവിടെ നോക്കിക്കേ, സോഡിയത്തിനാണ് ഇവിടെ ഓക്സിജൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സോഡിയം ഈസ് ഓക്സിഡൈസ്ഡ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് റിയാക്ഷനാണിത്. സോഡിയം പ്ലസ് ഓക്സിജൻ ഈസ് സോഡിയം ഓക്സൈഡ്. അപ്പം സോഡിയം ഈസ് ഓക്സിഡൈസ്ഡ്. Now let us see the second equation. That is copper oxide plus hydrogen gives copper plus water. ഇവിടെ കോപ്പർ ഓക്സൈഡ് ഓക്സിജനെ ലൂസ് ചെയ്യുന്നു and forms copper. That is copper oxide is reduced to copper. ഒരിക്കലും കോപ്പർ എന്ന് എഴുതരുത്. Copper oxide is reduced by losing oxygen into copper. And hydrogen, about hydrogen, oxygen is added to hydrogen to form water. So hydrogen is oxidized. So here we have to write copper oxide is reduced to copper and hydrogen is oxidized to
നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 14-ലെ എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ റിയാക്ഷൻ ബിലോ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് റിയാക്ഷൻ lead oxide plus carbon gives lead plus carbon dioxide. 4 ഓപ്ഷൻസ് ഉണ്ട്. lead is getting reduced, carbon dioxide is getting oxidized, carbon is getting oxidized, lead oxide is getting reduced. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ lead is getting reduced. lead അല്ലല്ലോ റെഡ്യൂസ് ആവുന്നത്, lead oxide ആണ് റെഡ്യൂസ് ആയിട്ട് lead ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് വീണ്ടും ഓക്സിഡൈസ് ആവാൻ പറ്റുമോ? ഇല്ല. കാർബൺ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനും തെറ്റാണ്. നെക്സ്റ്റ്, കാർബൺ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, അത് കറക്റ്റ് ആണ് അല്ലേ? കാർബൺ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ലെഡ് ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്, അതും കറക്റ്റ് ആണ്. അപ്പം എയും ബിയും ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഓപ്ഷൻസ് താഴെ കൊടുത്ത് ഇൻകറക്റ്റ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എപ്പോഴും നന്നായിട്ട് വായിക്കുക. എക്സാംസിന് വരുമ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ചോദിക്കുക. അപ്പം നമ്മൾ കറക്റ്റ് ഓപ്ഷൻസ് നമ്മളിതിനകത്ത് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അപ്പം എപ്പോഴും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇൻകറക്റ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട് താഴെ, എ ആൻഡ് ബി, എ ആൻഡ് സി, എ ബി സി, ഓൾ. അപ്പോൾ ഇതിൽ എ ആൻഡ് ബി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം അത് നമ്മൾ അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ തന്നിരിക്കുന്നത് Fe2O3, അതായത് ഫെറിക് ഓക്സൈഡ് പ്ലസ് അലൂമിനിയം ഗിവ്സ് അലൂമിനിയം ഓക്സൈഡ് Al2O3 പ്ലസ് Fe. The above reaction is an example of combination reaction, double displacement reaction, decomposition reaction, displacement reaction. നമുക്കറിയാം അലൂമിനിയം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അയൺ. മാസിൽ നിന്ന് പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അലൂമിനിയം അയണിനെക്കാട്ടിലും മുകളിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അലൂമിനിയം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അയൺ. സോ അലൂമിനിയം ക്യാൻ ഡിസ്പ്ലേസ് അയൺ ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. Now next question, what happens when dilute hydrochloric acid is added to iron filings? Tick the correct answer. Options ഇതൊക്കെയാണ്. ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് അയൺ ക്ലോറൈഡ് ആർ പ്രൊഡ്യൂസ്ഡ്, ക്ലോറിൻ ഗ്യാസ് ആൻഡ് അയൺ ഹൈഡ്രോക്സൈഡ് ആർ പ്രൊഡ്യൂസ്ഡ്, നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്, അയൺ സോൾട്ട് ആൻഡ് വാട്ടർ ആർ പ്രൊഡ്യൂസ്ഡ്. അത് ഫോർത്ത് ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ, അതായത് നമ്മളെപ്പോഴും ഏത് ആസിഡ് എടുത്താലും, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്താലും സൾഫ്യൂരിക് ആസിഡ് എടുത്താലും അതിൽ നമ്മൾ മെറ്റലുമായിട്ട് റിയാക്ഷൻ പറയുന്ന സമയത്ത് എപ്പോഴും ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഓർക്കുക. ഇത് നിങ്ങൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. എപ്പോഴും ഒരു മെറ്റൽ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സോൾട്ട്, അതായത് ആസിഡിൻ്റെ സോൾട്ട്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ സോൾട്ട് ഫോർമേഷനും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും അയണും ആയതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ അയൺ ക്ലോറൈഡും ഫോം ചെയ്യുന്നുണ്ട്. അതായത് സോൾട്ട് ഓഫ് അയൺ ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്. Now next question, that is fourth question. What is balanced chemical equation? Why should chemical equations be balanced? A balanced chemical equation is an equation in which number of atoms in the reactant side is equal to number of atoms in the product side. Now why should chemical equations be balanced? Because balanced equation is governed by law of conservation of mass. That is, in a reaction, mass is neither created nor destroyed. So the total mass of the atoms remains same in the reactant side and the product side. Now let us see the next question. Translate the following statement into chemical equations and then balance them. So we have given word equation. First word equation is hydrogen gas combines with nitrogen to form ammonia. Hydrogen is H2 plus nitrogen to form ammonia, NH3. Here hydrogen is 2 in the reactant side, in the product side hydrogen is 3. In the reactant side nitrogen is 2 and in the product side nitrogen is 1. So first of all we will balance nitrogen. So we will make it as 2. So now the
nitrogen is balanced. Now here hydrogen is 6, here only 2. So when we put here 3, then it is a balanced chemical equation. ഈ രീതിയിൽ ചെയ്യുന്നതിനെ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു മെത്തേഡിനെ നമ്മൾ ഹിറ്റ് ആൻഡ് ട്രയൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് വീഡിയോ. അതിൽ വേറെ 2 മെത്തേഡ്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് കണ്ടിട്ട് അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്താലും മതി. ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല ഈ ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസിൽ. അത് എളുപ്പമായിട്ടുള്ള 2 മെത്തേഡാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് അതാണ് എളുപ്പം തോന്നുന്നതെങ്കിൽ ആ രീതിയിൽ ബാലൻസ് ചെയ്താലും മതി. Now let us see the next reaction. Hydrogen sulfide gas burns in air to give water and sulfur dioxide. Hydrogen sulfide H2S reacts with oxygen, that is burns in air എന്ന് പറയുമ്പോൾ reacts with oxygen to give water H2O and sulfur dioxide SO2. In this reaction, let us see the reactant side and the product side. ഇവിടെ ഹൈഡ്രജൻ 2 ഉണ്ട് റിയാക്ടന്റ് സൈഡിൽ, പ്രോഡക്റ്റ് സൈഡിലും 2 ഹൈഡ്രജൻ ഉണ്ട്. സൾഫർ ആണെന്നുണ്ടെങ്കിൽ റിയാക്ടന്റ് സൈഡിൽ ഒരെണ്ണമാണ്, പ്രോഡക്റ്റ് സൈഡിലും ഒരെണ്ണമാണുള്ളത്. ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 2 പ്രോഡക്റ്റ് സൈഡിൽ 3 ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ബാലൻസ്ഡ് അല്ലാത്തത് ഓക്സിജൻ ആണ്. നമുക്ക് ഓക്സിജനെ ആദ്യമേ ബാലൻസ് ചെയ്യാം. അപ്പം റിയാക്ടന്റ് സൈഡിലാണ് കുറവുള്ളത്, അതുകൊണ്ട് നമ്മളവിടെ 3 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് 6 ആയി. ഇനി പ്രോഡക്റ്റ് സൈഡിൽ ഇവിടെ 6 ആക്കാനായിട്ട് നമ്മളിവിടെ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഓക്സിജൻ 2 ആയി, ഇവിടെ ഓക്സിജൻ 2 4 ആയി. എന്നിട്ടും 6 ആയിട്ടില്ല. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ 4 ആയിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ വീണ്ടും 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഹൈഡ്രജൻ ബാലൻസ് ആയി, സൾഫർ 2 ആയി. അപ്പോൾ ഇവിടെ സൾഫർ 2 ഇല്ല, അതുകൊണ്ട് നമ്മളിവിടെ വീണ്ടും 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഓക്സിജൻ എത്രയായി? ഓക്സിജൻ 4 ആയി, ഇവിടെ ഓക്സിജൻ 2 + 4 = 6. അപ്പോൾ ഓക്സിജൻ ബാലൻസ്ഡ് ആയി. ഹൈഡ്രജൻ ഇവിടെ 4 ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ 4 ഉണ്ട്. പിന്നെയുള്ളത് സൾഫർ ആണ്. സൾഫർ ഇവിടെ 2 ആണുള്ളത്, റിയാക്ടന്റ് സൈഡിലും ഇപ്പം 2 സൾഫർ ഉണ്ട്. അപ്പോൾ ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. Now let us see the next reaction. Barium chloride reacts with aluminium sulfate to give aluminium chloride and a precipitate of barium sulfate. Barium chloride BaCl2 plus aluminium sulfate Al2SO4 thrice gives എന്തൊക്കെയാണ്? അലൂമിനിയം ക്ലോറൈഡ് AlCl3 plus ബേറിയം സൾഫേറ്റ്, പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേറിയം സൾഫേറ്റ് എന്നാണ് പറയുന്നത്. ബേറിയം സൾഫേറ്റ്. ഇവിടെ ബേറിയം റിയാക്ടന്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ഒരു ബേറിയേ ഉള്ളൂ. ക്ലോറിൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉള്ളത്. പ്രോഡക്റ്റ് സൈഡിൽ 3 ക്ലോറിൻ ഉണ്ട്. അലൂമിനിയം റിയാക്ടന്റ് സൈഡിൽ 2 പ്രോഡക്റ്റ് സൈഡിൽ 1 ആണുള്ളത്. സൾഫേറ്റ് റിയാക്ടന്റ് സൈഡിൽ 3 പ്രോഡക്റ്റ് സൈഡിൽ 1 ആണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ അലൂമിനിയം ഒന്ന് ബാലൻസ് ചെയ്യാം. ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 1 ഉള്ളൂ. അപ്പം നമ്മളിവിടെ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ അലൂമിനിയം ബാലൻസ്ഡ് ആയി. അപ്പം ക്ലോറിൻ വീണ്ടും അൺബാലൻസ്ഡ് ആയി. ഇവിടെ 6 വന്നു, ഇവിടെ 2 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ ക്ലോറിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ 3 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 6 ക്ലോറിനായി, ഇവിടെയും 6 ക്ലോറിനായി, അത് ബാലൻസ് ആയി. പക്ഷേ ബേറിയം ഇവിടെ 3 ആയി, ഇവിടെ ബേറിയം എത്രയുണ്ട്? 1 ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 3 ബേറിയം ഇട്ട് കൊടുക്കുന്നു. അപ്പം എന്താണ് ബേറിയം സൾഫേറ്റിന് 3 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ബേറിയം ബാലൻസ്ഡ് ആയി. ഇനി സൾഫേറ്റിന് നോക്കിക്കേ, സൾഫേറ്റ് ഇവിടെ 3 ആയി. നമ്മുടെ റിയാക്ടന്റ് സൈഡിലും സൾഫേറ്റ് 3 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ബേറിയം ബാലൻസ് ആയി, ക്ലോറിൻ ബാലൻസ്ഡ് ആയി, അലൂമിനിയം ബാലൻസ്ഡ് ആയി, അതുപോലെ തന്നെ സൾഫേറ്റും ബാലൻസ്ഡ് ആയി. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു റിയാക്ഷൻ ബാലൻസ് ചെയ്യേണ്ടത്. Now let us see the next reaction. Potassium metal reacts with water to give potassium hydroxide and hydrogen gas. അപ്പം potassium metal reacts with water to give potassium hydroxide and hydrogen. ഇവിടെ റിയാക്ടന്റ് സൈഡിൽ പൊട്ടാസ്യം 1 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും പൊട്ടാസ്യം 1 ആറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ 2 ഉള്ളത്, പ്രോഡക്റ്റ് സൈഡിൽ അത് 3 ഉണ്ട്. റിയാക്ടന്റ് സൈഡിൽ ഓക്സിജൻ 1 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ 1 ഉള്ളൂ.
അപ്പം ഹൈഡ്രജൻ ആണ് ഇവിടെ അൺബാലൻസ്ഡ് ആയിട്ടുള്ളത്. ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ 2 ഇട്ട് കൊടുക്കുന്നു. അതായത് കുറവുള്ളിടത്ത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നു, ഇവിടെ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പം ഇവിടെ 4 ആയി. ഓക്സിജനും അൺബാലൻസ്ഡ് ആയി. ഓക്സിജൻ ഇവിടെ 2 ആയി. അപ്പം ഓക്സിജനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പം ഇവിടെ ഓക്സിജൻ 2 ആയി, ഹൈഡ്രജൻ 2 ആയി. അപ്പം 2 + 2 4. ഹൈഡ്രജൻ അപ്പം പ്രോഡക്റ്റ് സൈഡിലും 4 ഉണ്ട്, റിയാക്ടൻറ്റ് സൈഡിലും 4 ആയി. ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിൽ 2 ആയി, റിയാക്ടൻറ്റ് സൈഡിൽ 2 ആയി. അപ്പോൾ ഇവിടെ പിന്നീട് എന്താണ്, പൊട്ടാസ്യം ആണ് അൺബാലൻസ്ഡ് ആയിട്ട്. പൊട്ടാസ്യം 2 ആയി ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ, പക്ഷേ റിയാക്ടൻറ്റ് സൈഡിൽ 1 ഉള്ളൂ. അപ്പം നമുക്ക് പൊട്ടാസ്യത്തിന് 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായി. Now let us see the next question, that is question number 6. Balance the following chemical equation. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ തന്നിരിക്കുന്നത് HNO3 പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ദാറ്റ് ഈസ് CaOH twice gives calcium nitrate CaNO3 twice plus water. ഈ റിയാക്ഷനിൽ റിയാക്ടൻറ്റ് സൈഡിൽ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2, ഇവിടെ 1. അപ്പം 3 ഹൈഡ്രജൻ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിലോ 2 ഹൈഡ്രജനേ ഉള്ളൂ. ഇനി നൈട്രജൻ്റെ നോക്കിക്കേ, നൈട്രജൻ റിയാക്ടൻറ്റ് സൈഡിൽ 1 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്. ഇനി കാൽഷ്യത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് റിയാക്ടൻറ്റ് സൈഡിൽ 1 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും 1 ഉള്ളൂ. ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3, ഇവിടെ 2, 3 + 2 5. പ്രോഡക്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ 3 × 2 6, 6 + 1 7 ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? നമുക്കിവിടെ ആദ്യമേ ഹൈഡ്രജനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഹൈഡ്രജൻ ഇവിടെ 1 + 2 3 ആണുള്ളത്. ഇവിടെ ഹൈഡ്രജൻ 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്ത് നോക്കാം. ഇവിടെ 2 ഇടുമ്പോൾ ഹൈഡ്രജൻ ഇവിടെ 2 + 2 4 ആയി. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ വീണ്ടും 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായി നോക്കിക്കേ, ഹൈഡ്രജൻ ഇവിടെ 2 + 2 4 ആയി, ഇവിടെയും 4 ആയി. NO3 ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഓക്സിജൻ ഇവിടെ ഇപ്പോൾ 2 + 3 5 ആയി, ഇവിടെയും 2 + 3 5 ആയി. കാൽഷ്യം രണ്ടിടത്തും സെയിം, ഓരോന്ന് വീതമേ ഉള്ളൂ. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയിട്ടുണ്ട്. Now let us see the second reaction. NaOH sodium hydroxide plus sulfuric acid H2SO4 gives sodium sulfate Na2SO4 plus water. ഇവിടെ നോക്കിക്കേ, റിയാക്ടൻറ്റ് സൈഡിൽ സോഡിയം 1 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ സോഡിയം 2 എണ്ണം ഉണ്ട്. ഓക്സിജൻ വന്നിട്ട് റിയാക്ടൻറ്റ് സൈഡിൽ 1 + 4 5 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 4 + 1 5 ഉണ്ട് ഓക്സിജൻ. ഇനി ഹൈഡ്രജൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ടൻറ്റ് സൈഡിൽ 1 + 2 3 ഹൈഡ്രജൻ ആണ് റിയാക്ടൻറ്റ് സൈഡിലുള്ളത്, പ്രോഡക്റ്റ് സൈഡിൽ 2 ഹൈഡ്രജനേ ഉള്ളൂ. സൾഫർ റിയാക്ടൻറ്റ് സൈഡിൽ 1 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും 1 ഉള്ളൂ. ഇതിനെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 2 സോഡിയം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പം സോഡിയം ബാലൻസ്ഡ് ആയി. പിന്നെ ഇവിടെ അപ്പോൾ ഓക്സിജൻ എത്രയുണ്ട്? 2 + 4 6 ആയി. ഇവിടെയോ ഇവിടെ 4 + 1 ഉള്ളൂ, 5 ഉള്ളൂ. അപ്പം നമ്മളിവിടെ ഒരു 2 ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജനും ബാലൻസ് ആകും. നോക്കിക്കേ, ഇവിടെ 2 + 4 6 ആയി, ഇവിടെ 4 + 2 6 ആയി. ഇനി ഹൈഡ്രജൻ്റെ നമുക്ക് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ 2 + 2 4 ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ 2 × 2 4 ആയി. ഇനി ബാക്കി സൾഫർ 2 സൈഡിലും ഈക്വൽ ആയിട്ട്, അതായത് 1 1 ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. Now next reaction, NaCl plus AgNO3 gives NaNO3 plus AgCl. റിയാക്ടൻറ്റ് സൈഡിൽ സോഡിയം 1 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും സോഡിയം 1 ഉള്ളൂ. റിയാക്ടൻറ്റ് സൈഡിൽ ക്ലോറിൻ 1 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ക്ലോറിൻ 1 ഉള്ളൂ. റിയാക്ടൻറ്റ് സൈഡിൽ സിൽവർ 1 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും സിൽവർ 1 ഉള്ളൂ.
റിയാക്ടൻ സൈഡിൽ നൈട്രജൻ ഒന്നേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ നൈട്രജൻ ഒന്നേ ഉള്ളൂ. റിയാക്ടൻ സൈഡിൽ ഓക്സിജൻ 3 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും ഓക്സിജൻ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമുക്കൊന്നും ബാലൻസ് ചെയ്യാനില്ല, ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ആണ്. Now next question. Barium chloride reacts with sulfuric acid H2SO4 gives barium sulfate plus HCl. ഇവിടെ റിയാക്ടൻ സൈഡിൽ ബേറിയം ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ബേറിയം ഒരെണ്ണേ ഉള്ളൂ. ക്ലോറിൻ റിയാക്ടൻ സൈഡിൽ 2 എണ്ണ ഉണ്ട്, പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ. റിയാക്ടൻ സൈഡിൽ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ. സൾഫേറ്റ് അയോൺ അതല്ലെന്നുണ്ടെങ്കിൽ സൾഫർ മാത്രം എടുത്താലും കുഴപ്പമില്ല. സൾഫർ റിയാക്ടൻ സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ. ഓക്സിജൻ റിയാക്ടൻ സൈഡിൽ 4 എണ്ണ ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 4 എണ്ണ ഉണ്ട്. അപ്പോൾ ഇവിടെ അൺബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ഹൈഡ്രജനും ക്ലോറിനും ആണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ അത് ഒരുമിച്ചുണ്ട്, ഇവിടെയാണ് അത് കുറവായിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ പ്രോഡക്റ്റ് സൈഡിലും ആയി, റിയാക്ടൻ സൈഡിലും 2 ഹൈഡ്രജൻ ആയി. ക്ലോറിനും 2 എണ്ണം ആയി പ്രോഡക്റ്റ് സൈഡിൽ, റിയാക്ടൻ സൈഡിലും 2 ക്ലോറിനായി. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയി. Now let us see the 7th question. Write the balanced chemical equation for the following reaction. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വേർഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യമേ സ്കെലറ്റൽ ഇക്വേഷനിലേക്ക് മാറ്റണം, പിന്നീടാണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH twice when treated with carbon dioxide gives calcium carbonate plus water. ഇതാണ് റിയാക്ഷൻ. നമുക്ക് നോക്കാം ബാലൻസ്ഡ് ആണോ അല്ലേന്ന്. കാൽഷ്യം ഇവിടെ റിയാക്ടൻ സൈഡിൽ ഒരെണ്ണം, പ്രോഡക്റ്റ് സൈഡിലും ഒരെണ്ണം. ഓക്സിജൻ ഇവിടെ 2 4 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 3 1 4 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണം ആണുള്ളത്, ഇവിടെയും 2 എണ്ണം ആണുള്ളത്. കാർബൺ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ഒരെണ്ണമാണുള്ളത്. അപ്പം ഇത് ബാലൻസ്ഡ് ആണ്, ഈ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. Now let us see next reaction. Zinc plus silver nitrate gives zinc plus silver nitrate AgNO3 gives zinc nitrate NO3 twice plus Ag. നോക്കിക്കേ, റിയാക്ടൻ സൈഡിൽ സിങ്ക് ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും സിങ്ക് ഒന്നേ ഉള്ളൂ. സിൽവർ Ag റിയാക്ടൻ സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും ഒരെണ്ണേ ഉള്ളൂ. നൈട്രജൻ പ്രോഡക്റ്റ് സൈഡിൽ റിയാക്ടൻ സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ ഓക്സിജൻ റിയാക്ടൻ സൈഡിൽ 3 എണ്ണവും പ്രോഡക്റ്റ് സൈഡിൽ 6 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നൈട്രജനും ഓക്സിജനും ആണ് ബാലൻസ്ഡ് അല്ലാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 2 ഇട്ട് കൊടുക്കുന്നു. 2 ഇട്ട് കൊടുക്കുമ്പോൾ നൈട്രജൻ ഇവിടെ 2 ആയി, ഇവിടെയും 2 ആയി. ഓക്സിജൻ ഇവിടെ 6 ആയി, ഇവിടെയും 6 ആയി. പക്ഷേ അപ്പം ബാലൻസ്ഡ് അല്ലാതായി പോയത് എന്താണ്? സിൽവർ. അപ്പം സിൽവറിന് നമുക്കിവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഇക്വേഷൻ അലൂമിനിയം പ്ലസ് കോപ്പർ ക്ലോറൈഡ് ഗീവ്സ് അലൂമിനിയം ക്ലോറൈഡ് പ്ലസ് കോപ്പർ. അലൂമിനിയം പ്ലസ് copper chloride gives aluminum chloride plus copper. ഇത് ഏത് റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണെന്ന് അറിയാമല്ലോ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അലൂമിനിയം 2 സൈഡിലും ഓരോന്നേ ഉള്ളൂ, റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഓരോന്നേ ഉള്ളൂ. കോപ്പർ വന്നിട്ടും 2 സൈഡിലും റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഓരോന്നേ ഉള്ളൂ. ക്ലോറിനാണ് ഇവിടെ ബാലൻസ്ഡ് അല്ലാത്തത്. റിയാക്ടൻ സൈഡിൽ 2 എണ്ണവും പ്രോഡക്റ്റ് സൈഡിൽ 3 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ക്ലോറിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്ലോറിൻ 6 ആയി, അലൂമിനിയം 2 ആയി. അപ്പോൾ അലൂമിനിയത്തിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പം ക്ലോറിൻ ഇവിടെ 6 ആണ്, റിയാക്ടൻ സൈഡിൽ 2 ഉള്ളൂ. അപ്പം നമുക്കിവിടെ 3 ഇട്ട് കൊടുക്കാം. അപ്പം ക്ലോറിൻ 6 ആയി. പക്ഷേ അപ്പം കോപ്പർ എന്തായി? അൺബാലൻസ്ഡ് ആയി. ഇവിടെ 3 കോപ്പർ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായി അല്ലേ? 2 സൈഡിലും അലൂമിനിയം 2 എണ്ണമായി, കോപ്പർ 3 എണ്ണമായി, ക്ലോറിൻ 6 ആയി അല്ലേ? Now next question, barium chloride react with potassium sulfate to form barium sulfate and potassium chloride.
ബേരിയം ക്ലോറൈഡ് BaCl2 പ്ലസ് എന്താണ് പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 gives barium sulfate plus potassium chloride. ഇവിടെ ബേറിയം രണ്ട് സൈഡിലും ഓരോന്നേ ഉള്ളൂ. ക്ലോറിൻ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഒരെണ്ണേ ഉള്ളൂ. പൊട്ടാസ്യം ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ പൊട്ടാസ്യം ഒരെണ്ണേ ഉള്ളൂ. സൾഫർ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഓക്സിജൻ ഇവിടെ 4 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ്ഡ് അല്ലാത്തത് പൊട്ടാസ്യവും ക്ലോറിനും മാത്രമാണ്. അപ്പം നമുക്കിവിടെ ഒരു 2 ഇട്ട് കൊടുക്കാം, നോക്കാം നമുക്കിത് ബാലൻസ് ആയിരുന്നു. നോക്കിക്കേ, ഇവിടെ പൊട്ടാസ്യം 2 എണ്ണം ഉണ്ട്, ഇവിടെയും ഇപ്പം 2 എണ്ണം ഉണ്ട്. ക്ലോറിൻ ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെയും 2 എണ്ണമായി. ബാക്കിയുള്ളതെല്ലാം ബാലൻസ്ഡ് ആണ്. Now let us see our next question, that is question number 8. Write the balanced chemical equation for the following and identify the type of reaction. So we have to write the type of reaction too here after balancing the chemical equation. So let us see the first reaction. Potassium bromide KBr plus barium iodide BaI2 gives potassium iodide plus barium bromide. ബാലൻസ് ചെയ്യാം നമുക്ക് ആദ്യമേ. റിയാക്ടൻറ്റ് സൈഡിൽ ഒരു പൊട്ടാസ്യമേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ ഒരു പൊട്ടാസ്യമേ ഉള്ളൂ. ബ്രോമിൻ റിയാക്ടൻറ്റ് സൈഡിൽ ഒരെണ്ണം ആണുള്ളത്, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്. ബേറിയം റിയാക്ടൻറ്റ് സൈഡിൽ ഒരെണ്ണം, പ്രോഡക്റ്റ് സൈഡിലും ഒരെണ്ണം. അയഡിൻ റിയാക്ടൻറ്റ് സൈഡിൽ 2 എണ്ണവും പ്രോഡക്റ്റ് സൈഡിൽ ഒരെണ്ണം. അപ്പം നമുക്കിത് ബാലൻസ് ചെയ്യാം. അൺബാലൻസ്ഡ് അല്ലാത്തത് ബ്രോമിൻ, ആദ്യം കിടക്കുന്നത് തന്നെ ബ്രോമിനാണ്. നമുക്കപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്തുകൊണ്ട് ബ്രോമിനെ ബാലൻസ് ചെയ്തു. അപ്പോൾ എന്താണ് അൺബാലൻസ്ഡ് ആയത്? പൊട്ടാസ്യം അൺബാലൻസ്ഡ് ആയി. നമുക്കിവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ പൊട്ടാസ്യം 2 ആയി, ഇവിടെയും പൊട്ടാസ്യം 2 ആയി. പിന്നെ ബേറിയം രണ്ടിടത്തും ഓരോന്നേ ഉള്ളൂ. അയഡിൻ ഇവിടെ 2 ആയി, അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ ഓൾറെഡി അവിടെ 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈ ഒരു റിയാക്ഷനിൽ. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. രണ്ടും എന്താണ്? സൊല്യൂഷൻ ഫോമിലാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റും എന്താണ്, എങ്ങനെയാണ് ഉണ്ടായത്? അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. Now let us see the next reaction. Next reaction is zinc carbonate CO3 ZnCO3 gives zinc oxide plus carbon dioxide. ഇവിടെ റിയാക്ടൻറ്റ് സൈഡിൽ സിങ്ക് ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും സിങ്ക് ഒരെണ്ണേ ഉള്ളൂ. റിയാക്ടൻറ്റ് സൈഡിൽ കാർബൺ ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിലും കാർബൺ ഒരെണ്ണേ ഉള്ളൂ. റിയാക്ടൻറ്റ് സൈഡിൽ ഓക്സിജൻ 3 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ 1 + 2 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇനി ബാലൻസ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ദിസ് ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ആക്ച്വലി ദിസ് ഈസ് തെർമൽ ഡീകമ്പോസിഷൻ. ഇവിടെ നമ്മൾ ഒന്നി ട്രയാങ്കിൾ അല്ലെങ്കിൽ ഹീറ്റിംഗ് എഴുതണം. ഇത് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. Now let us see the next reaction. Hydrogen plus chlorine. Hydrogen plus chlorine gives hydrogen chloride. ഈ റിയാക്ഷനിൽ റിയാക്ടൻറ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 1 ഹൈഡ്രജനേ ഉള്ളൂ. റിയാക്ടൻറ്റ് സൈഡിൽ 2 ക്ലോറിൻ ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 1 ക്ലോറിനേ ഉള്ളൂ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും ബാലൻസ് ആകും. അതായത് ഇപ്പം 2 ഹൈഡ്രജനായി 2 ക്ലോറിനുമായി റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയി. ഇനി ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? സിമ്പിൾ ആണ് അല്ലേ? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് HCl ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. അങ്ങനത്തെ റിയാക്ഷൻസിനെ നമ്മൾ പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്നാണ്. Now let us see the next reaction. Magnesium plus HCl gives magnesium chloride, that is MgCl2 plus hydrogen. ഇവിടെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ നോക്കിക്കേ, 2 സൈഡിലും റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും മാഗ്നീഷ്യം ഓരോന്ന് വിധമാണ്. അപ്പോൾ അത് ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ റിയാക്ടൻറ്റ് സൈഡിൽ ഒരെണ്ണോ, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്. ക്ലോറിൻ റിയാക്ടൻറ്റ് സൈഡിൽ ഒരെണ്ണോ, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. അതിന് സിംപ്ലി നമ്മളിവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാലൻസ്ഡ് ആയി. അപ്പം ഇതെന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്?
ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലേ. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് മഗ്നീഷ്യം ക്ലോറൈഡ് ആയിട്ട് ഫോം ചെയ്തു, അതിനോടൊപ്പം ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തു. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ എന്നുള്ള ഒരു റിയാക്ഷനാണ്. Now next question, that is 9th question. What does one mean by exothermic and endothermic reactions? Give examples. നമുക്കറിയാവുന്നതാണ് exothermic reactions are those reactions in which heat is produced during the reaction. All combination reactions are exothermic in nature. അതായത് അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാ പറയാവുന്നത്? കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷനുമാണ്, അതുപോലെ തന്നെ ഇത് എക്സോതെർമിക്കുമാണ്. കാരണം ഇവിടെ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് എൻഡോതെർമിക് റിയാക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എല്ലാം എൻഡോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ് CaCO3 gives on heating gives calcium oxide plus carbon dioxide. Here heat is absorbed during the reaction. This is a decomposition reaction and it is an example for endothermic reaction also. Now let us see our next question, that is why is respiration considered an exothermic reaction? Explain. ഇത് ഞാൻ കോമ്പിനേഷൻ റിയാക്ഷൻ പഠിപ്പിച്ച സമയത്ത്, അതായത് ഒരു വീഡിയോ കോമ്പിനേഷൻ റിയാക്ഷന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എക്സോതെർമിക്കിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ ഗ്ലൂക്കോസ്, അതായത് റെസ്പിറേഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ആ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇവിടെ പറയാം. ഇൻ അവർ ബോഡി ഗ്ലൂക്കോസ് combines with oxygen to produce carbon dioxide, water and energy. Since in this reaction, that is during respiration, energy is produced, we can say respiration is an exothermic process. And this energy is used by our body for our metabolic processes. Okay. Okay. Now next question, that is 11th question. Why are decomposition reactions called opposite of combination reaction? Write equation for these reactions. In decomposition reaction, one reactant decomposes into two or more products. Here only single reactant take part in the reaction. But in combination reaction, two or more reactants combine together to form a single product. In combination reaction, a single product is formed. In decomposition reaction, a single reactant is involved in the reaction. That is why they are termed as opposite reactions. Example, idu thanne kodukka. Calcium oxide plus water gives calcium hydroxide. This is an example for combination reaction. And this is an example for decomposition reaction. Now let us see the next question, that is 12th question. Write one equation each for decomposition reaction where energy is supplied in the form of heat, light and electricity. അപ്പം ഹീറ്റിൻ്റെ എക്സാമ്പിൾ ഇത് തന്നെ കൊടുത്താൽ മതി. ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പം കാൽഷ്യം കാർബണേറ്റ് ഓൺ ഹീറ്റിംഗ്, ഈ ഒരു ട്രയാങ്കിളോ അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് എഴുതാനോ മറക്കരുത്. രണ്ടും കൂടി എഴുതേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഗിവ്സ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് തെർമൽ ഡീകമ്പോസിഷന് എക്സാമ്പിളാണ്. തെർമൽ ഡീകമ്പോസിഷന് എക്സാമ്പിളാണ്. ഇനി ലൈറ്റ്, അതായത് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ്റെ എക്സാമ്പിളിന് AgCl in the presence of sunlight gives Ag plus Cl2. Next, electricity. Electricityയുടെ എക്സാമ്പിൾ എന്താണ്? വാട്ടർ when electrolyzed, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ it decomposes into hydrogen and oxygen.
Now let us see the next question. What is the difference between displacement and double displacement reaction? Write the equation for these reactions. What is a displacement reaction? In a displacement reaction, a more reactive metal displaces a less reactive metal from its salt solution. Let us see the equation. Fe plus CuSO4 gives FeSO4 plus Cu. Here, Fe is more reactive metal. It displaces copper from the copper sulfate solution to form FeSO4 and Cu. This is an example for displacement reaction. Now, next, double displacement reaction. When two salt solutions are mixed together, they change into their ionic form and they exchange their ions within themselves to form the product. One product formed will be a precipitate and another will be solution. Let us see an example. Sodium sulfate Na2SO4 react with barium chloride to form barium sulfate precipitate and sodium chloride. Here barium sulfate formed is precipitate. So this is an example for double displacement. Now let us see the 14th question. In refining of silver, the recovery of silver from silver nitrate solution involved displacement by copper metal. Write down the reaction involved. Silver nitrate nu parayunnathu AgNO3 and copper is used for displacing silver from the silver nitrate solution. Since copper is more reactive than silver, it displaces silver from the silver nitrate solution and forms copper nitrate plus Ag. Now it is balanced also. Now let us see the 15th question. What do you mean by a precipitation reaction? Explain by giving an example. A precipitation reaction is a reaction in which a precipitate is formed. A precipitate is a substance which is insoluble in water. For example, in double displacement reactions, all double displacement reactions are examples for precipitation reactions also. This is an example for precipitation reaction, that is sodium sulfate plus barium chloride gives barium sulfate and sodium chloride. So we can say it as precipitation reaction also. Now let us see 16th question, that is explain the following in terms of gain or loss of oxygen with the two examples each. First question is oxidation and second question is reduction. അത് ഓക്സിഡേഷനും റിഡക്ഷനും കൂടി നമ്മൾ ഒരു ഇക്വേഷൻ എഴുതുന്നുണ്ട്. അത് രണ്ടിനും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കാരണം ഇപ്പം കോപ്പർ ഓക്സൈഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ ഓക്സൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് ഹൈഡ്രജൻ വി ഗെറ്റ് കോപ്പർ പ്ലസ് വാട്ടർ. ഇൻ ദിസ് റിയാക്ഷൻ copper oxide is reduced to copper and hydrogen is oxidized to water. That is, oxidation and reduction is taking place in this reaction. Now another example, zinc oxide plus carbon gives zinc plus carbon monoxide. That is, zinc oxide is reduced to zinc and carbon is oxidized to carbon monoxide. ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസും ഓക്സിഡേഷനും റിഡക്ഷനിലും നിങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. Now next question, 17th question. A shiny brown colored element X on heating in air become black in color. Name the element X and black colored compound formed. എപ്പോഴും ഓർക്കണം, ബ്രൗൺ കളേർഡ് സബ്സ്റ്റൻസ് ബേൺ ചെയ്യുക എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രൗൺ കളേർഡ് സബ്സ്റ്റൻസ് കോപ്പറാണ്. ഓക്കെ, കോപ്പർ ആയിരിക്കും ആ ഒരു ബ്രൗൺ കളർ. കോപ്പറിനാണ് ബ്രൗൺ കളർ ഉള്ളത്. അപ്പം ബ്രൗൺ കളേർഡ് സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് കളേർഡ് സബ്സ്റ്റൻസ് ആവുന്നുണ്ടെങ്കിൽ അത് കോപ്പർ തന്നെയാണ്. അപ്പം ബ്ലാക്ക് കളേർഡ് സബ്സ്റ്റൻസ് ഫോം ചെയ്തത് എന്താണ്? കോപ്പർ ഓക്സൈഡ്. ബ്രൗൺ കളറുള്ളത് കോപ്പർ.
Now next question, 18th question. Why do we apply paint on iron articles? In order to prevent corrosion. We apply paint on iron articles to prevent corrosion. We can do oiling, painting, galvanizing, anodizing, electroplating, chromoplating. ഇതിലേത് ചോദിച്ചാലും എല്ലാം കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ്. Now next, 19th question. Oil and fat containing food items are flushed with nitrogen. Why? In order to avoid or prevent rancidity. Rancidity എന്താണെന്ന് അറിയാമല്ലോ, spoiling of food due to complete or incomplete oxidation. Now the last question, that is 20th question. Explain the following terms with one example each. Corrosion. First one is corrosion. Corrosion example എന്താണ്? Rusting of iron. We can see a flaky substance formed on the iron articles when they are kept undisturbed for months. And this flaky brown substance formed is basic ferric oxide, Fe2O3, basic ferric oxide. Now next one is rancidity. When chips or oil or fat contained food, when it is kept open for some time, it undergoes oxidation or partial oxidation, and it will give out unpleasant smell or bad taste. That is an example for rancidity. So we have completed all the questions in your textbook. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 20 ക്വസ്റ്റ്യൻസ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ്ഡ് ആയി അല്ലേ, എല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Stay safe and healthy. Bye bye.